എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1730 ദിവസമാണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ സാദത്ത് സേഠ് സാറാണ്. ഡോക്ടർ നമുക്ക് ധാരാളം നല്ല ക്ലാസ്സുകൾ ഇതുവരെയും എടുത്തിട്ടുണ്ട്. ഇന്ന് ഡോക്ടർ സാദത്ത് സേഠിന്റെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. സാദത്ത് സേഠ് സാറ് കൊച്ചിയിൽ ഡോക്ടർ സാദത്ത് സേഠ് ഹോമിയോ ക്ലിനിക്ക് നടത്തുന്നു. ബ്രാഞ്ച് ആലുവയിലും ഉണ്ട്. IHKയുടെ ടീച്ചിങ് ഫാക്കൽറ്റിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് സാറ് എടുക്കുന്ന വിഷയം മയാസം ലളിതമായ ഭാഷയിൽ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. നല്ല ഒരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ആദരപൂർവ്വം ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഫസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യാം ഡോക്ടറെ. ക്ലാസ് ഓക്കെ. ഇങ്ങനൊരു സബ്ജക്റ്റ് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയണം. ഇന്ന് ഇത് പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഇല്ല. അതിന് കാരണങ്ങളുണ്ട്. എന്നെ കാണാമോ നിങ്ങൾക്കൊക്കെ? നല്ലതുപോലെ കാണാം, കേൾക്കാം. ഓക്കെ. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ടോപ്പിക് എടുക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഗുരുനാഥനായിരുന്ന അന്നത്തെ ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ K. ജോസഫിനെ ഒന്ന് സ്മരിക്കുകയാണ്. കാരണം അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ അത് സ്മരിക്കാതെ ഈ ഒരു ടോപ്പിക്കിലോട്ട് പോകാൻ പറ്റില്ല. പിന്നെ കേരളത്തില് എന്തെന്നാ പറയാ, ഒരു മയാസം എന്നുള്ളത് ഒരു ടോപ്പിക്കായിട്ടും ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും വന്നിട്ടുള്ള ഒരു വ്യക്തി, ഇത് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ ഡോക്ടർ CJ വർഗീസ് ആണ്. ഒരു മയാസം പരമ്പര തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ IHKക്ക് വേണ്ടിയിട്ടും അല്ലാത്ത കാര്യങ്ങളായിട്ടും. അപ്പൊ അദ്ദേഹത്തിനെയും കൂടി സ്മരിക്കാതെ നമുക്ക് ഇതിലോട്ട് പോകാൻ പറ്റില്ല. പിന്നെ 93 എൻ്റെ ഡെസർട്ടേഷൻ, അതായത് കോളേജ് പാസ് ഔട്ട് ഇന്റേൺഷിപ്പ് പാസ് ഔട്ട് ആകുമ്പോൾ ഡെസർട്ടേഷൻ മയാസത്തിനെ കുറിച്ചായിരുന്നു. 94 ഞാൻ കോളേജ് പാസ് ഔട്ട് ആയി. ഇല്ല, സൗണ്ടിന്റെ കുറവല്ല, എന്റെ തൊണ്ടയുടെ കുഴപ്പമാണ്. ഓക്കെ. കുറച്ച് 2-3 ദിവസം ഇന്നാണ് ഒന്ന് ബെറ്റർ ആയത്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ 2-3 കാര്യം. പിന്നെ ഇന്ന് PPT ഇല്ലാത്തതിന് കാര്യം, ഇന്ന് എന്റെ മയാസമാണ് ഞാൻ പറയുന്നത്. തിയററ്റിക്കലി ഒന്നുമില്ല. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെ മയാസം കണ്ടുപിടിക്കുന്നു, ഏറ്റവും സിമ്പിളായിട്ട്. ഞങ്ങൾക്ക് 2 കാര്യമുണ്ട്. ഞാനൊന്ന് കച്ചിക്കാരനാണ്, അതായത് ബേസിക്കലി ഗുജറാത്തിയാണ്. പിന്നെ ഒരു തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യണം, എളുപ്പത്തിൽ ചെയ്യണം. ഇത്രയുള്ള തൃശ്ശൂർക്കാർക്കും ഗുജറാത്തികൾക്കും ഉള്ളത്. അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണം. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഇത് പറയുന്നു. സിമ്പിൾ ആയിട്ട് ഏറ്റവും ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ എന്നെ കൊണ്ട് ശ്രമം ഞാൻ നടത്തുകയാണ് പറയാനുള്ളത്. അത് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് പോലും എനിക്കറിയില്ല. പക്ഷെ ഇത് ഉപകാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമ്മൾ മയാസം തിയറി കഥകളൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേഷ്യന്റ് ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാലാണ് ഈ മയാസവും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്, അല്ലെ? ആദ്യം തന്നെ നമ്മളടുത്തൊരു പേഷ്യന്റ് വരണം. നമ്മുടെ ക്ലിനിക്കിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യണം എന്താ? നിങ്ങൾക്ക് എന്താണ് അസുഖം? നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് വന്നത്? എന്താണ് പ്രശ്നം? ഇതാണ് ആദ്യം വരിക. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ വരും. അപ്പോൾ നമ്മളുടെ അടുത്ത് വന്ന് അയാൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയണം, അയാൾ നമുക്ക് കുറെ ചിലപ്പോൾ പേപ്പർ തരും, കുറെ ഇൻവെസ്റ്റിഗേഷൻ തരും, അല്ലെങ്കിൽ നമ്മളടുത്ത് സംസാരിച്ചു പോകണം. എനിക്ക് ഇന്നതാണ് അസുഖം. ഓക്കെ, എത്ര നാളായി? ഇതാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. പനിയാണ്,
പനിയാണെങ്കിൽ എത്ര ദിവസമായി, അല്ല പൈൽസ് ആണ് അത് എത്ര നാളായി. സിമ്പിൾ 2 ചോദ്യത്തിൽ നമ്മൾ തുടങ്ങും. പിന്നെയാണ് ബാക്കി കാര്യങ്ങളും ഇതൊക്കെ പോകും. അപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ വരുന്നു, അവരെന്താണെന്ന് പറയുന്നു. ആ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും അവരുടെ അസുഖം എന്താണെന്നും എത്ര കാലമായിരുന്നു, എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നും അത് തുടക്കം എങ്ങനെയാണെന്നും അതിന്റെ ഇവാലുവേഷൻ എന്താണ്. എവല്യൂഷൻ അതായത് 5 കൊല്ലം മുമ്പ് തുടങ്ങി, 2 കൊല്ലം മുമ്പ് ഇന്നതായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ഡോക്ടറെ കാണിച്ചു, അയാൾ ഇന്നത് പറഞ്ഞു, അയാൾ ഇന്നത് പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെയാണ്, അങ്ങനെയാണെന്നുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് കിട്ടും. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ കിട്ടുന്നത്. അതിൽ തന്നെ പകുതി നമുക്ക് അയാളുടെ ഡയഗ്നോസിസ് കണ്ടുപിടിക്കുക, അതിന്റെ കൂടെ ആ അസുഖം ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്നുള്ളതിന് ഒരു 10% 20% അസസ്മെന്റ് നമുക്ക് കിട്ടും. ഇല്ലേ? അയാൾ 5 കൊല്ലമായിട്ടുള്ള അസുഖമാണ്, 10 കൊല്ലമായിട്ടുള്ള അസുഖമാണ്, അല്ലെങ്കിൽ 2 കൊല്ലമായിട്ടുള്ള അസുഖമാണ്. 2 കൊല്ലത്തില് സാറേ ഞാൻ കണ്ടത് തന്നെ ഇത്ര ദിവസം മുമ്പാണ്, ഇപ്പോ ക്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ഞാൻ കണ്ടു, അല്ലെങ്കിൽ 1 മാസം മുമ്പ് ഡയഗ്നോസ് ചെയ്തു ക്യാൻസർ ആണെന്ന്. പക്ഷെ പറയുന്നേക്കാളും സ്പീഡിൽ എന്റെ സ്റ്റേജ് ലങ്സിൽ വരെ എത്തി. സാധാരണ എല്ലാവരും വന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലിനിക്കിൽ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ മുഴ വന്നു, യൂട്രസിൽ ഒരു ഫൈബ്രോയിഡ് വന്നു, അത് ഒരു 2-3 കൊല്ലം മുമ്പ് സാർ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഒരു മുഴ, ചെറിയൊരു മുഴ ഉണ്ടായിരുന്നു, ഒരു 3-4 മുഴ. ഞാനത് വെറുതെ വിട്ടു, അവരൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അത് ഇത്രയും വലുതായിട്ടുണ്ട്. അപ്പൊ അവർ ഓപ്പറേഷൻ പറയണം, അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 7 സെന്റിമീറ്റർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ ആയിട്ടുണ്ട്. അപ്പോഴാണ് സർജൻ പറയുന്നത്, അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് പറയുന്നത്, അത് ഇപ്പൊ സർജറി ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും മരുന്ന്. അവിടെ നിന്ന് തുടങ്ങുന്നു നമ്മുടെ മയാസം. കാരണം വെച്ചാൽ ഈ മയാസം പാത്തോളജി അല്ലെങ്കിൽ അയാളുടെ ഒരു അസുഖത്തിൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അത് എന്ന് തുടങ്ങി, എപ്പോ തുടങ്ങി, എന്താണ് അതിന്റെ പ്രോഗ്രസ്. 3 കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്. എന്ന് തുടങ്ങി, എത്ര പെട്ടെന്ന് പ്രോഗ്രസ് ആയി, എന്താണ് ഇപ്പോഴത്തെ സ്റ്റേജ്. അപ്പൊ മയാസം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, എപ്പോ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയോ, കഴിഞ്ഞ ആഴ്ച തുടങ്ങിയിട്ട് ഒരു 10-15 ദിവസം കൊണ്ട് എന്റെ സ്റ്റേജ് ഇതായി, പെട്ടെന്നുള്ള ഗ്രോത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഡിറ്റീരിയറേറ്റ് ചെയ്തു, മയാസം സോറി അല്ല, അവിടുന്ന് കുറച്ചും കൂടി ഡീപ്പറായി, അല്ലെങ്കിൽ ഫാസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അത് ഫാസ്റ്റ് ആണ്, പെട്ടെന്ന് ഡിസ്ട്രക്ഷൻസിലോട്ട് പോവും, നേരെ ഒന്നില്ലെങ്കിൽ ട്യൂബക്കുലർ മയാസം ആവും, അല്ലെങ്കിൽ നമ്മളുടെ സിഫിലിറ്റിക് മയാസം. അവിടെ അതിന്റെ അപ്പുറത്തോട്ട് വേറെ ചോദ്യമില്ല, പറച്ചിലുമില്ല. ഇറ്റ് ഈസ് പ്യുവർലി ഗോയിങ് ഇൻ ടു ഡിസ്ട്രക്ഷൻ. ഇത്ര സമയം കൊണ്ട് ഇത്ര സ്പീഡില് ഇത്ര കാര്യത്തില് സാധനം പോയി. അത് അക്യൂട്ടിലാവാം, ക്രോണിക്കിലാവാം. ഇപ്പോ കോവിഡ് വന്നു, ഇന്ന് തലവേദന വന്നു, പനി വന്നു, നാളെ കേൾക്കുന്നത് ന്യൂമോണിയ എന്ന് പോയി, ചെസ്റ്റ് കംപ്ലീറ്റ് ആയി, എക്സ്റേ അല്ലെങ്കിൽ CT എടുക്കുമ്പോൾ ഇതാണ് സ്കോർ. അതൊരു 3-4 ദിവസം കൊണ്ട് നോക്കണം. പക്ഷെ അത് വൈറസ്, അതിന്റെ ഫങ്ഷൻ അങ്ങനെയാണ്, ഇതൊക്കെ ശരിയാണെങ്കിലും ഫാസ്റ്റർ ഗ്രോത്ത് വരുമ്പോൾ അതിന്റെ പാത്തോളജി വരുന്നത് സ്പീഡി ഗ്രോത്ത്, സ്പീഡി ഡിസ്ട്രക്ഷൻ, നേരെ പോകുന്ന ട്യൂബക്കുലം. കാരണം വെച്ചാൽ ട്യൂബക്കുലോസിസ് അല്ലെങ്കിൽ ട്യൂബക്കുലോസിസ് മയാസമാണ്, ട്യൂബക്കുലോസിസ് ഡിസീസസ് അല്ല. അപ്പോ ട്യൂബർക്കുലോസിസ് മയാസത്തിന്റെ ആദ്യത്തെ ഇതെന്താണ്, സ്പീഡ്, ഡിസ്ട്രക്ഷൻ ഇറവേഴ്സിബിൾ ഡിസ്ട്രക്ഷൻ ആണോ, അതോ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണോ, തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തതാണോ. പറ്റുന്നതാണെങ്കിൽ ട്യൂബക്കുലം, പറ്റാത്തതാണെങ്കിൽ അതിന്റെ അപ്പുറത്തെ സ്റ്റേജ് ആണ് സിഫിലിറ്റിക് മയാസം. കഴിഞ്ഞു, ഇവിടെ തീർന്നു നമ്മളുടെ അസസ്മെന്റ് അബൌട്ട് ദ പേഷ്യന്റ്. അത് ഏത് അസുഖത്തിലും എടുത്തോ. നമ്മളിപ്പോ പനി വന്നു, 2 ദിവസത്തിനുള്ളിൽ ഗുലിൻ-ബാരെ സിൻഡ്രോം വന്നു, അതിന്റെ ഡിസ്ട്രക്ഷൻ വരുന്നു, അത് പോകുന്നത് റാപ്പിഡാണ്. അതുപോലെ നമ്മുടെ അടുത്ത് ചിലപ്പോ സോറിയാസിസ് ആയിട്ട് വന്നു, ലൈക്കൻ പ്ലാനസ് ആയിട്ട് വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നു, അതിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിന്റെ സ്പീഡ്. ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്നെ സംബന്ധിച്ച്.
ഹൗ ഫാസ്റ്റ് ആ ഗ്രോത്ത് മാറി. ലൈക്കൻ പ്ലാനസിന്റെ സ്പ്രെഡ് എത്ര സ്പീഡിൽ വന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്നത് പതുക്കെ സ്പ്രെഡായി വരുന്നതാണ്. പക്ഷെ ചില പേഷ്യൻസിൽ അത് വന്നു പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സ്പ്രെഡ് ഒരു 3 മാസത്തിനുള്ളിൽ ഇത്ര കൂടി. ഇന്ന സിംറ്റംസ് വന്നു, എനിക്ക് ഇന്ന സിംറ്റംസ് വേറെ കൂടി. അപ്പോൾ അതിന്റെ സ്പീഡ്, അതുകൊണ്ട് എന്തൊക്കെ ഡിസ്ട്രക്ഷൻസ് വന്നു. ഡിസ്ട്രക്ഷൻസ് നമുക്കത് മാറ്റാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ഡാമേജ് വളരെ കൂടുതലാണോ നോക്കുക. സിമ്പിൾ മയാസം ഏതാണെന്ന് നമുക്ക് അവിടെ തീരുമാനിക്കാം. സ്ലോ ഗ്രോത്ത് ആണ്, സ്ലോ സ്പ്രെഡ് ആണ്, പെട്ടെന്ന് വന്നിട്ടില്ല. ഇപ്പൊ ഫൈബ്രോയിഡ് വന്നു, ഒരു 2 കൊല്ലം മുമ്പ് 3 കൊല്ലം മുമ്പ് നമ്മളൊരു ഫൈബ്രോയിഡ് വന്നു, ചെറിയ മുഴ വന്നു, അതിന്റെ നാച്ചുറൽ ആയിട്ട് ഇഗ്നോർ ചെയ്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചു, മാറിയില്ല. അതൊരു 2 കൊല്ലം 3 കൊല്ലം കൊണ്ട് അതൊരു 3 mm ആയി, 3 സെന്റിമീറ്റർ ആയി, അത് 5 സെന്റിമീറ്റർ ആയി. സോ അവിടെ ഗ്രോത്ത് സ്ലോ ആണ്. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ എല്ലാ കാര്യത്തിലും നമ്മളുടെ ഞാൻ ഇപ്പൊ തുടങ്ങും, നമ്മൾ ഓരോ ഇതിലും ഞാൻ പറയാം. നമ്മളുടെ ഒരു പാത്തോളജി വെച്ചിട്ട് ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ ടു സെലക്ട് ദ മയാസം. അപ്പോൾ ഓരോ സ്റ്റെപ്പ്, സ്കിൻ കംപ്ലൈന്റ് വന്നു, റാഷ് വന്നു, അത് പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ വന്നു, ഹൈവ്സ് വന്നു, റാഷ് വന്നു, നമ്മളുടെ ബോഡിയിൽ പെട്ടെന്ന് ഈ വീൽസും ഹൈവ്സും വന്നു, അത് സെൻസിറ്റീവ് ആയി, ഇഡിയോസിൻക്രസി ആയി. അപ്പോ അവിടെ സ്കിൻ കംപ്ലൈന്റ് ആണ്, അത് സോറയല്ല. കാരണം സോറേനേക്കാളും സ്പീഡിൽ സംഭവം മാറി. ഇന്ന് രാവിലെ വന്നു, 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഹൈവ്സ് വന്നു, അത് മാറി, പെട്ടെന്നുള്ള ഡിസ്ട്രക്ഷൻസ് വന്നു, സെൻസിറ്റിവിറ്റി ആയി, ആസ്മ വന്നു. ഇതൊക്കെ നടക്കുന്നത് 1 അവറിലാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുന്നുണ്ടെങ്കിൽ ആ മയാസം സെൽഫ് ഡിസ്ട്രക്ഷൻസിലോട്ട് പോകുന്നു, നമ്മളെ ഡിസ്ട്രക്ട് ചെയ്യാൻ പോകുന്നു. നമുക്ക് അപ്പോൾ അവിടെ ചിന്തിക്കേണ്ടത് ട്യൂബക്കുലർ മയാസമാണോ സിഫിലിറ്റിക് മയാസം. സിഫിലിറ്റിക് മയാസം ആണെങ്കിൽ ഇത് പെട്ടെന്ന് മാറുന്ന ഒരു പ്രശ്നമാണ്, പക്ഷെ മാറാത്ത ലങ് ഡാമേജിലോട്ട് പോയി, COPD പെട്ടെന്ന് പോയി, അല്ലെങ്കിൽ നെബുലൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പക്ഷെ ഇറിവേഴ്സിബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ ട്യൂബക്കുലർ മയാസം വളരെ സിമ്പിൾ. ഒന്ന് സ്പീഡ്, എപ്പോ വന്നു, എങ്ങനെ വന്നു, എത്ര സ്പീഡിൽ കാര്യങ്ങൾ മാറി. ഇതാണ് ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ പാത്തോളജിക്കൽ അല്ലെങ്കിൽ നമ്മുടെ അസുഖത്ത് വന്നിട്ട് അവർ 2 മിനിറ്റിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അസസ് ചെയ്യുക ഇത് ഏത് മയാസത്തിൽ ചെന്ന് ചാടും. ഓക്കെ, ഓരോ അസുഖത്തിനും നമ്മൾ ഇന്ന അസുഖം എന്നല്ല പറയുന്നത്. നമ്മളുടെ ഒരു അസുഖത്തിന് ഏത് സ്റ്റേജസിലാണ് ഇപ്പൊ നമ്മളുടെ അടുത്ത് പേഷ്യന്റ് വന്നിട്ടുള്ളത്, അവിടെയാണ് അസസ് ചെയ്യുന്നത്. പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളതല്ല നമ്മളുടെ അടുത്ത്. ഇപ്പൊ നമ്മൾ ഹിസ്റ്ററി കേൾക്കുമ്പോൾ ഇന്ന് വന്നു, നാളെ എന്തായി, മറ്റന്നാൾ എന്തായി, അടുത്ത മാസം എന്തായി, 6 മാസം എന്തായി. നമ്മളൊരു കോമൺ അസുഖം, ഡിസീസിന്റെ ഡയഗ്നോസിസ് ഇമ്പോർട്ടൻസ് ആണ്, പ്രോഗ്നോസിസ് ഇമ്പോർട്ടൻസ് ആണ് പറയാൻ കാരണം എന്താ വെച്ചാൽ മയാസ്. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഈ മയാസം കഴിഞ്ഞു അവർ അസുഖങ്ങൾ പറഞ്ഞു, അവർ ഓർഗൻ, ഇപ്പൊ നമ്മൾ PCOD പോലൊരു സിംറ്റം, അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് നമ്മൾ കേസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PCOD വരുന്നത് എന്താണ്, ഹോർമോണൽ പ്രോബ്ലംസിന്റെ പെട്ടെന്നുള്ള എഫക്റ്റ് ആണ് വരുന്നത്. ഹോർമോണൽ പ്രോബ്ലം സ്ലോ ആണെങ്കിൽ നമ്മൾ എംബ്രിയോളജിയുടെ ഇമ്പോർട്ടൻസ് കൂടി കൊടുക്കണം. അതാണ് ഞാൻ മിക്കവാറും എന്റെ ജൂനിയേഴ്സിന്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ, പഠിക്കുമ്പോൾ എംബ്രിയോളജി മുതൽ ഹോമിയോപ്പതിക്കാരും പഠിക്കണം, എംബ്രിയോളജി മുതൽ പഠിക്കണം, അനാട്ടമി, ഫിസിയോളജി, അതിന്റെ ഡയഗ്നോസിസ്, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. കാരണം ചില പ്രശ്നങ്ങളിൽ PCOD എന്ന് പറയുന്നത് ജനറ്റിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ ഹോർമോണൽ പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ടെങ്കിലും പക്ഷെ അതിന്റെ റൂട്ട് കോസ് നമ്മൾ എംബ്രിയോളജിയിലാണ്. അതിന്റെ അവിടെയുള്ള ഡിസ്ട്രക്ഷൻസ് ആണ്, അത് ജനറ്റിക് ഫാക്ടറാണ്. ജനറ്റിക് ഫാക്ടർ വരുമ്പോൾ സിഫിലിറ്റിക് മയാസം വരും. അവിടെ നമുക്ക് എന്താ പറയാ, സൈക്കോട്ടിക് മയാസം വരും. ഈ 3 മയാസവും വരാൻ സാധ്യതയുള്ള ഒരു അസുഖങ്ങളാണ് ഏത് ഹോർമോണൽ പ്രോബ്ലംസ്. പക്ഷെ അത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും എന്നുള്ളത് അവിടെയും ഇത് തന്നെ ക്രൈറ്റീരിയ. സ്പീഡ്, എത്ര ഫാസ്റ്റർ ആണ് ഈ ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ബാക്കിയുള്ള സിംറ്റംസ്
ഇവർക്ക് കൊണ്ടുവന്നു. അതായത് നമ്മൾ PCOD പഠിക്കുമ്പോൾ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ അതിന്റെ സ്പ്രെഡ്. ഇപ്പൊ ഇന്ന് PCOD അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു PCOD കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് കണ്ടുപിടിച്ചു. അടുത്തത് അവർ പെട്ടെന്ന് വണ്ണം വെച്ചു. പിന്നെ വരുന്നത് തൈറോയിഡ്, പിന്നെ വരുന്നത് പിറ്റ്യൂട്ടറി, പിന്നെ വരുന്നത് ഡയബറ്റീസ്. ഇതൊക്കെ സ്പീഡിൽ നടക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിന്റെ ബേസിക് പ്രശ്നം സിഫിലിറ്റിക് മയാസമാണോ ട്യൂബക്കുലർ മയാസമാണോ. ഇനി ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഓവറിയുടെ ഡാമേജ് എത്ര വന്നിട്ടുണ്ട്. നമ്മുടെ പെല്ലേഡിയം മെഡിസിൻ പല്ലേഡിയം ഒക്കെ വരുന്നത് ഓവറിയുടെ ഡാമേജിനനുസരിച്ചാണ് നമ്മളുടെ മെഡിസിൻസ് വരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ മയാസം കണ്ടുപിടിക്കുന്നത്. ഡാമേജസ് കൂടുതലില്ല, പക്ഷെ ഫങ്ഷനിലാണ്, പക്ഷെ സ്പീഡിലാണ്. എംബ്രിയോളജിക്കലി പ്രോബ്ലംസ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഓവറി അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡാമേജസ് കൂടി കഴിഞ്ഞാൽ സ്ട്രേറ്റ് അവേ മയാസം പോകുന്നത് സിഫിലിനോ അല്ലെങ്കിൽ നമുക്ക് മിക്സ്ഡ് മയാസം എന്നുള്ള നിലയ്ക്ക് ട്യൂബക്കുലറിനോ എടുക്കാം. ഇനി ഇത് തന്നെ സ്ലോ പ്രോസസ്സാണ്. 6 കൊല്ലം മുമ്പ്, കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് കണ്ടുപിടിച്ചു, ഇപ്പോൾ വന്നു, അത് ഇങ്ങനെ വന്നു, PCODയുടെ സിംറ്റംസ് വന്നു, ഒബേസിറ്റി വന്നു, ഹിർസൂട്ടിസം വന്നു. ഇതൊക്കെ സ്ലോ പ്രോസസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ മയാസം ഇസ് സൈക്കോട്ടിക്. അപ്പോൾ നമ്മൾ ബേസിക്കലി ആദ്യം കണ്ടുപിടിക്കേണ്ടത്, ആദ്യം ചിന്തിക്കേണ്ടത് ഈ പാറ്റേൺ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കേസ് ടേക്കിങ്ങിലും അടുത്ത സ്റ്റെപ്പ് ഓഫ് കേസ് ടേക്കിങ്ങിലും റൈറ്റ്. നമ്മൾ മെഡിസിൻ കണ്ടുപിടിക്കണം, ക്രോണിക് കണ്ടുപിടിക്കണം. അതിനൊക്കെയാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിലോട്ട് ഇറങ്ങും. അപ്പോൾ നമ്മൾ ഒരു പേഷ്യന്റ് വന്നു, നമുക്ക് വേണ്ടത് എന്താ പറയുക, ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി ആൻഡ് PQRS കിട്ടി. അതാണല്ലോ ആദ്യം ഏത് ഡോക്ടർ അടുത്ത് ചെന്നാലും നമ്മൾ ചോദിക്കണം, എന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ കൂടെ എന്തെങ്കിലും ഉണ്ടോ, അതിന്റെ കൂടെ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ ഹൗ പേഷ്യന്റ് ഇസ് റെസ്പോണ്ടിങ്, ഇതാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. പിന്നെയാണ് നമ്മൾ ഫാമിലി ഹിസ്റ്ററിയിലോട്ട് പോകും. ഫാമിലി ഹിസ്റ്ററിയിലോട്ട് പോകുമ്പോൾ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, ജനറ്റിക് ഫാക്ടേഴ്സ്. അപ്പോൾ ഹോമിയോപ്പതിയുടെ എത്ര വാസ്റ്റ് ആണ്, ഹോമിയോപ്പതി എത്ര ഡെപ്തിലാണെന്നുള്ളതാണ്. ഹനുമാൻ നമ്മൾ ഇന്ന് പറയണത് ജനറ്റിക് ആണെങ്കിലും അന്ന് ഹോമിയോപ്പതി അല്ലെങ്കിൽ ഹനുമാൻ അത് സിഫിലിറ്റിക് ആണ്, സോറയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്നത്തെ മോഡേൺ സയൻസും മോഡേൺ ഇതിലും നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ചിന്തിക്കേണ്ടത് മയാസം വരുന്നത് ജനറ്റിക് ഫാക്ടർ എത്രത്തോളം. അപ്പൊ ജനറ്റിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളുടെ എല്ലാവരും, ഇപ്പൊ എനിക്ക് എന്റെ ഗ്രാൻഡ് ഫാദറിന് ക്യാൻസർ ആയിരുന്നു, അത് വിചാരിച്ചിട്ട് എന്റെ ജനറേഷനിൽ ചിലപ്പോൾ ക്യാൻസർ ആവില്ല, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസി ഉണ്ടാവും. ഒരു ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇംപെർഫെക്റ്റ എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, 2 കുട്ടികളായിരുന്നു. അവരുടെ ഗ്രാൻഡ് ഫാദർ ട്യൂബക്കുലർ പേഷ്യന്റ് ആണ്. അതായത് ഒരു 50-55 കൊല്ലം മുമ്പോ അതിലും കൂടുതൽ സമയം മുമ്പ് ഗ്രാൻഡ് ഫാദർ മരിച്ചത് ട്യൂബക്കുലോസിസ് കൊണ്ടാണ്. അടുത്ത ജനറേഷനിൽ വന്നപ്പോൾ ഇവരുടെ അപ്പൻ നല്ല കള്ളുകൂടിയും ആ ഒരു ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസിയാണ്. മൂന്നാമത്തെ ജനറേഷനിൽ വന്നപ്പോഴും ഡിസ്ട്രക്റ്റീവ് ആണ്. ഓസ്റ്റിയോആർത്രൈറ്റിസ് ഇംപെർഫെക്റ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ തൊട്ടാൽ ആ കുട്ടികളുടെ ബോൺ വരെ പൊടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഒടിയും. ഇതാണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് ഇംപെർഫെക്റ്റ. അപ്പോൾ ഓരോ ജനറേഷൻ മാറുമ്പോഴും അതിന്റെ ഡെപ്ത് മാറും, അതിന്റെ എന്താ പറയുക, ഇന്റൻസിറ്റി മാറും, മയാസം പോലും മാറും. അത് അവിടെ സിഫിലിറ്റിക് മയാസമാണ്, അയാൾ മരിച്ചത് ട്യൂബർക്ലോസിസ് കൊണ്ടാണ്. യൂഷ്വലി ആ സമയത്ത് ചിലപ്പോൾ മെഡിസിൻ ഇല്ലാണ്ടായിരിക്കാം. അന്ന് മെഡിസിൻസ് ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നത്തെ പോലെ ട്യൂബർക്ലോസിസിന് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ രക്ഷപ്പെട്ടു പോയേനെ. പക്ഷെ അത് വിചാരിച്ച് അയാൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല, നമുക്കത് സിഫിലിറ്റിക് മയാസത്തിൽ കൂട്ടാൻ പറ്റില്ല. അന്നത്തെ ആ സമയത്തെ ട്രീറ്റ്മെന്റ് എഫിക്കസിയുടെ കാര്യം കൊണ്ടാവാൻ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. അത് ട്യൂബർക്ലോസിസ് വന്നു, ട്രീറ്റ് ചെയ്തു, COPD വന്നു, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ആ COPD എത്ര സമയം കൊണ്ട് വന്നു എന്നും കൂടി നമുക്ക് എടുക്കണം. നെക്സ്റ്റ് ജനറേഷൻ സിഫിലിറ്റിക് ആണ്. ഡിസ്ട്രക്ഷൻ, സെൽഫ് ഡിസ്ട്രക്ഷൻ, ആൽക്കഹോളിസം, ഇതൊക്കെ സിഫിലിറ്റിക് സെൽഫ് ഡിസ്ട്രക്ഷൻ ആണ്, സിഫിലിറ്റിക് മയാസത്തിലോട്ട് പോകുന്നു. ഓക്കെ, ആൽക്കഹോളിക് ആണെന്ന് പറഞ്ഞിട്ട്
അല്ലെങ്കിൽ 2 പെഗ് അടിക്കുന്നു, അല്ലെങ്കിൽ ആ അപ്പൻ 2 പെഗ് അടിക്കും, അല്ലെങ്കിൽ 3 പെഗ് അടിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് എന്തൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടോ അവരുടെ ഹിസ്റ്ററിയിലുണ്ടോ ആ ഡാമേജസിനനുസരിച്ചാണ് നമ്മൾ മയാസം നോക്കേണ്ടത്. അല്ലാതെ വെറുതെ ഒരാൾ 2 പെഗ് അടിക്കും അതുകൊണ്ട് അയാൾ ആൽക്കഹോളിക് ആണ്, അത് സിഫിലിറ്റിക് മയാസമല്ല. അവിടെ ചിലപ്പോൾ സോറ ആയിരിക്കും. അപ്പൊ ആ ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ടായി, സിറോസിസ് വന്നു, എങ്ങനെയാണ് ആള് ഇപ്പൊ ഉള്ളത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ വെറുതെ നമ്മൾ ചോദിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു ടെൻഡൻസിയിൽ നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് എടുക്കുക. പിന്നെ പേഷ്യന്റിന്റെ പാത്തോളജി. പേഷ്യന്റ് ചിലപ്പോൾ ഇപ്പോഴും വരുന്നത് സിഫിലിറ്റിക് ടെൻഡൻസിയാണ്. ചിലപ്പോൾ അങ്ങനെ വരണമെന്നില്ല. നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോ തൈറോയിഡ് ആയിരിക്കും, ചിലപ്പോ ഫൈബ്രോയിഡ് ആയിരിക്കും, ചിലപ്പോൾ ബ്രസ്റ്റിലെ മുഴയായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ട്യൂമേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രിഡോമിനന്റ് ആയിട്ട് ഹെറിഡിറ്ററി മയാസം എടുക്കുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഏതാണോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ആ ഫാക്ടർ, അതായത് അയാളുടെ ഗ്രാൻഡ് ഫാദർ അല്ല, അല്ലെങ്കിൽ അയാളുടെ തൊട്ടടുത്ത റിലേറ്റീവ് എങ്ങനെ മരിച്ചു എന്നുള്ളതല്ല, അയാളുടെ ഫാദർ എങ്ങനെ ഉണ്ടായിരുന്നു, അയാളുടെ ഫാമിലി, ഇമ്മീഡിയറ്റ് ഫാമിലി കഴിഞ്ഞിട്ടാണ് അയാളുടെ ഫസ്റ്റ് കസിൻ, അല്ലെങ്കിൽ അപ്പൻ്റെ അനിയൻ, അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അനിയൻ, അങ്ങനെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. നെക്സ്റ്റ്, അതായത് എൻ്റെ അച്ഛൻ എങ്ങനെ മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എങ്ങനെയാണ്, അമ്മയ്ക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പൻ്റെ അപ്പൻ, അമ്മയുടെ അപ്പൻ. അപ്പോൾ ഹെറിഡിറ്ററി എടുക്കുമ്പോൾ പെറ്റേണൽ ആൻഡ് മെറ്റേണൽ. അത് കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് അടുത്ത അപ്പൻ്റെ അനിയന്മാരോ അപ്പൻ്റെ ചേട്ടന്മാരോ, ദാറ്റ് ഈസ് ഓൾസോ ഇമ്മീഡിയറ്റ് ബ്ലഡ് ആണ്. അമ്മയുടെ മാമന്മാര്, ഇതൊക്കെ ഇമ്മീഡിയറ്റ് ബ്ലഡ് ആണ്. അപ്പൊ അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ 2 മിനിറ്റിൽ തീരും. ഒരു 3-4 മിനിറ്റ് ഉണ്ടെങ്കിൽ 3-4 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കും എന്തെങ്കിലും അസുഖമുണ്ടോ. അപ്പൊ ചോദിക്കുകയേ ഇല്ല. ചിലർ പറയും അപ്പന് ഡയബറ്റീസ് ഉണ്ട്, അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ട്, അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത്, അമ്മ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത്. ഇത് ഓൾ സിമ്പിൾ. അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ മയാസം പെട്ടെന്ന്, അവിടെയും ക്രൈറ്റീരിയ ഏതാണ്, ഡിസ്ട്രക്റ്റീവ്, പാത്തോളജി ഏതാണ് നിയറസ്റ്റ്, നമ്മൾ ഏറ്റവും അധികം എടുക്കും. ഓക്കെ. അപ്പൊ ഇപ്പൊ ഒരു സ്ട്രോങ് മയാസം ഏതെങ്കിലും ആയിക്കോട്ടെ, സൈക്കോട്ടിക് ആയിക്കോട്ടെ, ട്യൂബർക്കുലർ ആയിക്കോട്ടെ, സിഫിലിറ്റിക് ആയിക്കോട്ടെ, സോറ ആയിക്കോട്ടെ, ഇമ്മീഡിയറ്റ് ഫാമിലി ഹിസ്റ്ററിയിൽ ഉണ്ടെങ്കിൽ അപ്പൊ അത് നമുക്ക് കിട്ടി. പക്ഷെ അതിലും മൂത്ത സാധനമാണ് ഈ പേഷ്യന്റിന്റെ അടുത്ത് ഇരിക്കണമെങ്കിൽ നമ്മൾ പേഷ്യന്റിന്റെ മയാസമാണ് പ്രോമിനന്റ് ആയിട്ട് എടുക്കുക. നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതിന് കോംപ്ലിമെന്ററി ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ വെക്കാന്ന് മാത്രം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പേഷ്യന്റ് ആണ്. നമ്മളുടെ മുമ്പിൽ വരുന്ന പേഷ്യന്റ് ഏത് സ്റ്റേജ് ഓഫ് മയാസത്തിൽ നിൽക്കുന്നോ അത് ആദ്യത്തിന് പ്രിഫറൻസ് കൊടുക്കുക. ആഡ് ഓൺ വിത്ത് ഫാമിലി ഹിസ്റ്ററി. ഓക്കെ. അപ്പൊ ഇത്രയും ബേസിക് കാര്യങ്ങൾ കൊണ്ട് 5 മിനിറ്റിൽ നമുക്ക് ആ പേഷ്യന്റിന്റെ ബാക്കി കാര്യങ്ങളാണ്. ഇനി വരുന്നത് നമ്മൾ അടുത്ത ഡീറ്റെയിലോട്ട് ചിലപ്പോൾ പോകും. ചിലപ്പോൾ അക്യൂട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ എടുക്കും. ചിലപ്പോൾ എൻ്റെ പ്രിസ്ക്രിപ്ഷൻ ചിലപ്പോൾ അവിടെ തീരും. ആ മയാസം നമുക്ക് കിട്ടി. പിന്നെ അക്യൂട്ടിൽ എന്താണ്, ചിലപ്പോൾ പാലിയേറ്റീവ് ആണെങ്കിൽ ആ പാലിയേറ്റീവ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓർഗൻ മെഡിസിൻ ആയിട്ട് കൊടുക്കുക, മെഡിസിൻ ആയിട്ട് കൊടുക്കുക. പിന്നെ അടുത്ത ലെവലിലോട്ട് പോകുന്നത് നമ്മൾ കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് ചിലപ്പോൾ പോകേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കണം. റൈറ്റ്. അവിടെയാണ് നമ്മൾ കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് കാര്യങ്ങളിലോട്ട് പോകുക. അപ്പോൾ അടുത്ത ഡെപ്ത് എന്ന് പറയുന്നത്, ഞാനിപ്പോ സോറ എന്താണ്, സൈക്കോസിസ് എന്താണെന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോറയുടെ ഈ സിംറ്റം എന്താണ്, ആ സിംറ്റം എന്താണ്, അതല്ല. ബേസിക് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ബേസിക് ആയിട്ട് കാര്യങ്ങൾ പോകുന്നത് ഇത്ര നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. കുറെ തിയററ്റിക്കലി വായിച്ച് നമുക്ക് കൺഫ്യൂഷൻ ആക്കി, കോൾഡ് അമിലറേഷൻ ആണ്, അഗ്രവേഷൻ ആണ്, അതാണ് ഇതാണ്. അപ്പൊ പേഷ്യന്റ് പറയാം ഞാൻ ആംബിതെറമൽ, എനിക്ക് കോൾഡും പറ്റും ഇതും പറ്റും. അപ്പൊ നമ്മൾ എവിടെ പോകുന്നത് നമുക്കറിയില്ല. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് നമ്മൾ മൈൻഡിൽ പോകും. അങ്ങനെയാണല്ലോ മൈൻഡുള്ള ഫിസിക്കൽ ജനറലിലോട്ട് തന്നെ പോകും. ഫിസിക്കൽ ജനറലിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇതിന് പെർട്ടിക്കുലർ ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഫിസിക്കൽ ജനറലിൽ ഫുഡ്, നമ്മൾ ഫുഡ് തന്നെ എടുക്കുക.
ചില കുട്ടികൾ വന്നിട്ട് പറയുന്നെങ്കിൽ ചിലവർ വന്നിട്ട് പറയും ഞാൻ ബ്ലാൻഡ് അത്യാവശ്യം സാധാരണ ഒരു ഫുഡ്, അതാണ് എനിക്കിഷ്ടം. ഓക്കെ. ചിലവർ വന്നിട്ട് പറയും അവരുടെ അടുത്ത് പലപ്പോഴും കൊളസ്ട്രോൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടാവും. പക്ഷെ അവരത് കാര്യമാക്കാതെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ചിലപ്പോൾ സ്വീറ്റ്സ് ആയിരിക്കും, അതായിരിക്കും. അതും ഒരു വിധത്തിലാണെങ്കിൽ അപ്പൊ നമുക്കറിയാൻ പറ്റും അവന്റെ ക്യാരക്ടർ എന്താണ്, സ്ലോ ആണോ, ഇതൊക്കെ ഉള്ളത് നമുക്കറിയാൻ പറ്റും. ചിലവർ വന്നിട്ട് പറയും, അയാൾ അത് പറയും വെള്ളം അടിക്കരുത്. അപ്പൊ സിറോസിസ് പേഷ്യന്റ് അല്ലെങ്കിൽ ആൽക്കോളിക് പേഷ്യന്റ് അടുത്ത് വന്നിട്ട് നമ്മൾ ഭക്ഷണം അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, കുറച്ച് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്. നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കണം. ഡയറ്റ് ചാർട്ട് കൊടുത്തു, ഇന്ന അസുഖമാണ്, സിറോസിസ് ആണ്, ഇത് എപ്പോ വേണമെങ്കിൽ തട്ടിപ്പോവാം, ഇല്ല പ്രശ്നങ്ങളാണ്, ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞാലും ശരി ഡോക്ടറെ എന്ന് പറഞ്ഞു പോകും. അയാൾ അത് ഇതും പറയും, ഞാൻ വെള്ളം അടിക്കും, ഞാൻ ഇന്ന ഭക്ഷണം കഴിക്കും, ഞാൻ ലിവറിന് ഇന്ന പ്രശ്നം കൊടുക്കും. ആ ആറ്റിറ്റ്യൂഡ്, നമ്മൾ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയാൽ തന്നെ നമുക്ക് അവരുടെ മയാസം കണ്ടുപിടിക്കാൻ പറ്റും. ഫുഡിൽ തന്നെ, ഫുഡ് ഹാബിറ്റ്സിൽ തന്നെ. ചിലവർ ഡോക്ടർ പറയുന്ന കേട്ടിട്ട് ഓക്കെ ഇത്രയും നാൾ ഞാൻ ഇന്ന പോലെ ചെയ്തു, അത് കഴിഞ്ഞ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്ര വ്യത്യാസങ്ങൾ വരും. അപ്പൊ അത് കേട്ട് ഒബീഡിയന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ സോറയിലും നിൽക്കും. ഓരോ സ്റ്റേജസ് ഓഫ് ദ ഡിസീസ്. ഇപ്പോൾ നമ്മൾ പറയും ലിവർ, ഫാറ്റി ലിവറിൽ തന്നെ ഗ്രേഡ് 1 ഉണ്ട്. ഗ്രേഡ് 1 പറയുമ്പോൾ തന്നെ നമ്മൾ പറയും ഫാറ്റി ലിവർ സൈക്കോട്ടിക് ആണ്. അല്ല, ഗ്രേഡ് 1 ഫാറ്റി ലിവർ അയാളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും, സൂപ്പർഫിഷ്യൽ ലെവലിൽ നിൽക്കുന്നതാണ്. നമ്മളത് പറഞ്ഞു വന്നപ്പോൾ ഒന്ന് കാര്യങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പേഷ്യന്റ് മെഡിസിൻ ഇല്ലാതെ തന്നെ റിക്കവർ ചെയ്യും. ഡയറ്റിലും അയാളുടെ ലൈഫ് സ്റ്റൈലിലും മാറ്റാൻ അയാൾ റെഡിയാവും. ഗ്രേഡ് 2, ഗ്രേഡ് 3 പോയി കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ ഗ്രേഡ് 2 നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഡിസിൻസ്. സിറോസിസിൽ പോയാല് വിത്ത് വെരി ഡിഫിക്കൽട്ടി അപ്പോഴും അയാളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. സിറോസിസ് ഒരു 6-7 പ്രാവശ്യം ഞാൻ മാറ്റിയ ഹിസ്റ്ററി ഉള്ളതാണ്. പക്ഷെ അയാൾ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് ആൽക്കഹോളിസം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാളുടെ പാത്തോളജി ഇത് വന്നിട്ടുണ്ടോ, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് അതിന്റെ പാത്തോളജി എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഫുഡ് ഹാബിറ്റ്സിൽ വരെ നമുക്ക് ഇയാളുടെ ഫിസിക്കൽ ജനറലിൽ ഇത് ചെയ്യാൻ പറ്റും. എക്സ്ട്രീം കോൾഡ് ആണോ ഒരാൾക്ക് ഇഷ്ടം, എക്സ്ട്രീം വാംത്ത് ആണോ ഇഷ്ടം, അപ്പോൾ അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദ വാംത്ത് ആണോ, അല്ലെങ്കിൽ കോൾഡ് മാത്രമാണോ, സിമ്പിൾ ക്ലൈമറ്റ് ആണോ. അപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മൾ കുളിക്കുന്നത് എടുത്തോ, എക്സ്ട്രീം ഹോട്ടായിരിക്കും ചിലർക്ക് ഇഷ്ടം, പൊള്ളുന്ന് പറയും, നമുക്ക് കൈവച്ച പൊള്ളും, പക്ഷെ അയാൾക്കത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡ് നമുക്കത് സാധാരണ താങ്ങില്ല, പക്ഷെ അയാൾക്കത് താങ്ങും. അപ്പൊ അയാളുടെ സ്കിന്നിന്റെ റെസിസ്റ്റന്റ് പവർ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അത് സോറിക് റെസിസ്റ്റൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അത്രയ്ക്കും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാൻ പറ്റും. ട്യൂബക്കുലർ ഉണ്ടെങ്കിൽ സോറയിൽ വരും, സൈക്കോട്ടിക്കില് അങ്ങനെ വരാൻ കാരണം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ബോഡി ആയത്. അപ്പൊ ഈ ബേസിക് കാര്യം പാത്തോളജി ഒന്ന്, മയാസം ഹെറിഡിറ്ററി മയാസംസ് ഒന്ന്, രണ്ടാമത്തത്, മൂന്നാമത്തതാണ് നമ്മൾ പറയുന്ന ഇത്. പിന്നെ നമ്മൾ കേസ് എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പോൾ പറയും നമ്മളുടെ ഡ്രീംസ്. നമ്മൾ കേസ് എടുക്കുമ്പോൾ ആദ്യം ചോദിക്കുക ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. സാറേ എനിക്ക് ഭയങ്കര സ്വപ്നങ്ങൾ കാണും. അപ്പോ ഈ ഡ്രീംസിൽ തന്നെ നമ്മൾ സൈമൺ ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് പലതരത്തിലുള്ള അനാലിസിസ് ആണ്. നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് മയാസം കണ്ടുപിടിക്കാനുള്ള അനാലിസിസ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഡ്രീം അനാലിസിസിലോട്ടൊന്നും നമുക്ക് പോകണ്ട. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് മയാസം കണ്ടുപിടിക്കാൻ പറ്റും. പ്ലസന്റ് ഡ്രീംസ് ആണെങ്കിൽ ഒരാള് വീട്ടുകാരെ കാണും, സിമ്പിൾ ബ്യൂട്ടിഫുൾ, നമ്മുടെ അടുത്തുള്ള ആള്. ആ ആളെ
അല്ലെങ്കിൽ ഒരു പട്ടീനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷീനെ കാണുന്നു, ആ പക്ഷി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്നു, നമ്മളുടെ സ്ലോ ആയിട്ട് വരുന്നു. അപ്പോ അത് സൈക്കോട്ടിക് മയാസമായിട്ട്. ആ പട്ടി നമ്മളെ, അല്ലെങ്കിൽ ആ പട്ടി, അല്ലെങ്കിൽ ആ പക്ഷി, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാണുന്നു അത് നമ്മളെ ഡിസ്ട്രക്ട് ചെയ്യുന്നു, നമ്മളെ കടിക്കുന്നു, നമ്മളെ കടിച്ചു കീറുന്നു, അല്ലെങ്കിൽ നമ്മളെ കൊത്തുന്നു, നമ്മൾ വീഴുന്നു. സിമ്പിൾ ആസ് ദാറ്റ്, ഇറ്റ് ഈസ് എ സിഫിലിറ്റിക് മയാസം. അപ്പൊ ഈ മയാസത്തിൽ ഇത്രയേ ഉള്ളൂ. ഓരോ ഈവൻ ഡ്രീംസിൽ പോലും നമുക്ക് പതുക്കെ 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 നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വലിയ അനാലിസിസിലോട്ടൊന്നും പോകണ്ട. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അത് സെക്ഷൽ ആണ്, ആ മൃഗത്തിനെ കണ്ടാൽ ഇതാണ്, ഈ മൃഗത്തിന് അതൊന്നുമല്ല. നമുക്ക് ഓരോ നമ്മളെ അടുത്ത് വന്നിട്ട് പറയും, ഡോക്ടറെ ഇപ്പൊ ഇന്നലെയും എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വന്നു, ഡോക്ടർ എനിക്ക് വെരി ബാഡ് ഡ്രീമാണ്. അതെന്താ? എന്നെ ഒരു പുലി വന്നിട്ട് കടിച്ചു കീറുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പുലി വന്ന് കടിച്ചു കീറുന്നു എന്ന് പറഞ്ഞു, എത്ര ദിവസമായി കാണാൻ തുടങ്ങിയിട്ട്? കഴിഞ്ഞ ഒരു 1-2 ആഴ്ച ആയിട്ടുള്ള ഡോക്ടർ. അതിനു മുമ്പ് പുലി വരുന്നു, ഞാൻ പുലിനെ കാണാൻ പോകുന്നു, പുലി സൂല് കാണുന്നു. ഇത്രേ ഉള്ളൂ. ഞാൻ സൂല് പോയിട്ട് പുലിനെ കാണുന്നു, ചിരിക്കുന്നു, ഞാൻ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു, മക്കളെ കാണിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ കാണുന്നതാണ് ആ പുലി എന്നെ കടിച്ചു കീറുന്നു. നമ്മൾ അപ്പോഴത്തെ ലൈഫ് സ്റ്റൈലൊക്കെ ചോദിച്ചു വന്നപ്പോ എന്താണ്, അയാൾക്ക് കടത്തിന്റെ മുകളിൽ കടങ്ങളാണ്, പലിശക്കാരൻ ഓടി വരുന്നു, എല്ലാ ദിവസവും വീട്ടിലോട്ട് വരുന്നു. ആ റെപ്രക്കേഷൻ ആണ് ഈ 2 ആഴ്ചയായിട്ട് അയാളുടെ ഇൻസെക്യൂരിറ്റി ആയിട്ട് കാണുന്നത്. ആ ഇൻസെക്യൂരിറ്റി വരുമ്പോ ആ ഡ്രീം മാറി, ഡ്രീമിന്റെ ലെവല് മാറി, ഡ്രീമിന്റെ ഡിസ്ട്രക്ഷൻസ് വന്നു. ആ ഡ്രീം ഓട്ടോമാറ്റിക്കലി പോകുന്നത് സിഫിലിറ്റിക് മയാസത്തിലാണ്. ഓക്കെ. അപ്പൊ ഈ ഇതാണ് എന്താ പറയാ, നമ്മൾ ഡ്രീം കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസിലൊക്കെ പോകുന്നത്. ഓക്കെ. അടുത്തത് നമ്മൾ എടുക്കുന്നത് ഡ്രീം കഴിഞ്ഞു. ഡ്രീം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹെറിഡിറ്ററി പറഞ്ഞു. അപ്പൊ പിന്നെ ഇതൊക്കെ നമ്മൾ കേസ് എടുക്കുമ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ തലകുത്തിയം അറിയാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബേസിക് കൺസെപ്റ്റ്, റോങ് കൺസെപ്റ്റ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആന്റി മയാസ്മെറ്റിക് മെഡിസിൻസ്. നമുക്കുള്ളത് ആന്റി മയാസ്മെറ്റിക് മെഡിസിൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കൺസെപ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാ മെഡിസിൻസിലും ഓരോ മയാസവും, കാൽക്കേരിയ കാർബ് എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ അതൊരു സ്ലോ ആക്ടിങ് മെഡിസിൻസ് ആണ്. പാത്തോളജി സ്ലോ ആണ്. ഏത് ഇപ്പൊ തൈറോയിഡ് എടുത്താലും, തൈറോയിഡ് പേഷ്യന്റ് എടുത്താലും, PCOD എടുത്താലും, ഒബേസിറ്റി എടുത്താലും, എന്തെടുത്താലും കാൽക്കേരിയ കാർബിന്റെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്ലോ മെഡിസിൻ. അപ്പൊ അത് സൈക്കോട്ടിക് മയാസം കവർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വേറൊരു മെഡിസിൻ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമില്ല. മെർക്സോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മെർക്സോളിന്റെ ഒരു സിഫിലിറ്റിക് മയാസമാണ്, അല്ലെങ്കിൽ മെർക്സോളിന്റെ എടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ആണ്. മെർക്സോളിന്റെ പോകുമ്പോൾ എന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ബ്ലഡ് ലൈസിസ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല ഇറ്റ് ഈസ് എ പോയ്സണസ് ആണ്. അപ്പൊ അതിന്റെ മെഡിസിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ റൂട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സിഫിലിറ്റിക് ടെൻഡൻസി ഉള്ള ഒരു പേഷ്യന്റ്, അല്ലെങ്കിൽ സിഫിലിറ്റിക് മയാസ് ഉള്ള പേഷ്യന്റിന് മെർക്സോൾ ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ വേറൊരു ആന്റിമയാസ്മെറ്റിക് മെഡിസിൻസ് കൊടുക്കണമെന്ന്, എവിടെയും അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. ഇനി കൊടുക്കുന്നതിൽ തെറ്റുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ഡോക്ടേഴ്സിന്റെ ആണ്. പക്ഷെ വെറുതെ ഒരു മെഡിസിൻ വെറുതെ കഴിപ്പിക്കേണ്ട കാര്യമല്ല. ആന്റി മയാസ്മെറ്റിക് എന്നും പറഞ്ഞിട്ട് നമ്മൾ തുജ കൊടുക്കുന്നു, നമ്മൾ മറ്റേത് കൊടുക്കുന്നു, മെഡോറിനം കൊടുക്കുന്നു. ഈ കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മെഡോറിനം ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ, സൈക്കോട്ടിക് മയാസോ ആണെങ്കിൽ നമ്മൾ അതിന് വേറെ മെഡിസിൻസ് കൊടുക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. മെഡോറിനം മാത്രം മതി. അല്ലെങ്കിൽ പിന്നെ മെഡോറിനത്തിന്റെ ഡെപ്ത് എന്താണ്, ആ കേസ് എന്താണ് എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ വേറെ മെഡിസിൻസ് കൊടുക്കണ്ട മയാസ്മെറ്റിക് സ്റ്റൈലില്. ബാക്കിയുള്ളതിലല്ല ഞാൻ പറയുന്നത്. മയാസ്മെറ്റിക് ഇൻഡിക്കേഷൻസിലാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ആ മയാസ്മെറ്റിക് മെഡിസിൻസ് നമ്മൾ വേറൊരു മെഡിസിൻ ആയിട്ട് നമ്മൾ ചിന്തിച്ച് കൊണ്ടുവരേണ്ട. ദിസ് ഈസ് ഇന്നഫ്.
അപ്പൊ അങ്ങനെ ഓരോന്നും നമ്മൾ പീരിയോഡിക് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിന്റെ ഈ അറ്റം മുതൽ അറ്റം വരെ വരുമ്പോൾ പീരിയോഡിക് ടേബിളിന്റെ മെറ്റൽസിൽ വരുമ്പോൾ അതിന്റെ ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസി കൂടും. നമ്മൾ സ്നേക്കിന്റെ അത് എടുത്തു കഴിഞ്ഞാൽ സ്നേക്കിന്റെ ബേസിക് റൂട്ട്സ്. അപ്പൊ ഓരോ മെഡിസിൻസിന്റെ പാത്തോളജി, സ്ഫിയർ ഓഫ് ആക്ഷൻ, അതിന്റെ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ, ഇതൊക്കെ നമുക്ക് ഒരു 10 മിനിറ്റിൽ അറിയാൻ പറ്റും. ഇപ്പൊ ലാക്കസിന്റെ നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ലാക്കസിന്റെ സോഴ്സ് എന്താണ്, ലാക്കസിസ് സാധനം എന്താണ്, പോയിസണസ് ആണ്, അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആക്ട് ചെയ്യും. അപ്പൊ അതിന്റെ മയാസം എന്താണ്, അത് ഡീപ്പ് ആക്ടിങ് ഡിസ്ട്രക്റ്റീവ് മെഡിസിൻ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിസ്ട്രക്റ്റീവ് മെഡിസിൻസ് മയാസം വന്നു കഴിഞ്ഞാൽ, സിഫിലിറ്റിക് മയാസം വന്ന് ലാക്കസിസ് ആണ് മെഡിസിൻ എങ്കിൽ വേറൊരു സിഫിലിന്റെ മെഡിസിൻ കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഈ മെഡിസിൻ തന്നെ അത് സിഫിലിറ്റിക് മയാസവുമായിട്ട് ആക്ട് ചെയ്യും, ഇൻഡിക്കേറ്റഡ് മെഡിസിനുമായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഒരു മെഡിസിനിൽ നിർത്തുക. അങ്ങനെ വരുമ്പോൾ 2 ആന്റിമയാസ്റ്റിക് മെഡിസിൻസിന് നമ്മൾ കൊടുക്കണം. സെയിം ആസ് നമ്മുടെ സ്കിൻ കംപ്ലയിൻസിൽ പോലും നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ സിഫിലിറ്റിക് അൾസർ എന്താണ്. വെരിക്കോസ് അൾസർ, കൂടുതൽ വെരിക്കോസ് അൾസർ വരുമ്പോൾ നമ്മൾ ചെയ്യണത്, വെരിക്കോസ് അൾസർ വരുമ്പോൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് പാത്തോളജി സ്ലോ ആണ്. പക്ഷെ ചിലപ്പോൾ പറയും സാറേ ഒരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഒരു 3-4 മാസം മുമ്പ് സാർ ഒരു ചെറിയൊരു ഞരമ്പ് ഇങ്ങനെ കണ്ടുള്ളൂ, ഇപ്പൊ കണ്ടില്ലേ ഒരു ബലൂൺ പോലെ ഇത്. അപ്പൊ സാധാരണ വെരിക്കോസ് വെയിൻ നമ്മൾ കാണുമ്പോൾ എന്താ പറയാ, സ്ലോ ആണ്. വെരിക്കോസ് വെയിന്റെ പാത്തോളജി ഇങ്ങനെയാണ്, സ്റ്റാഗ്നേഷൻ ആണ്, അതാണ് ഇതാണ്. സ്റ്റാഗ്നേഷൻ മുട്ട് മുതൽ താഴെ വരെ തൈസിൽ വരെ സ്റ്റാഗ്നേഷൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്യൂബർക്കുലർ അല്ലെങ്കിൽ സിഫിലിറ്റിക്. സോറ സൂപ്പർഫിഷ്യൽ ആണെങ്കിൽ അതിന്റെ ഡീപ്പിൽ പാത്തോളജി പോയി കഴിഞ്ഞാൽ വാൾവ് ഡിസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് സൈക്കോട്ടിക് ആണ്, സിഫിലിറ്റിക് ആണ്. കാർഡിയാക് കേസസിൽ, എല്ലാ കേസസിലും നമുക്ക് പാത്തോളജി ആയിട്ട് ഏതൊക്കെ വരുന്നു, എന്തൊക്കെ അസുഖങ്ങൾ നമ്മളെടുത്ത് വരുന്നു, ഈ അസുഖങ്ങളിൽ നമ്മളുടെ സ്റ്റൈൽ ഓഫ് മയാസ്മറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിൾ ഫോർമാറ്റിലാണ്. ഒരു കാര്യവശാലും ഹോമിയോപ്പതി അല്ലെങ്കിൽ മയാസം കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. 3-4 കാര്യം. ഒന്ന്, അതുപോലെ അൾസേഴ്സിൽ തന്നെ നമ്മുടെ അൾസർ, ഗ്യാസ്ട്രിക് അൾസർ ആയിക്കോട്ടെ, ഈ വെരിക്കോസ് അൾസർ ആയിക്കോട്ടെ, എനി അതർ അൾസർ ആയിക്കോട്ടെ, ഡെപ്ത് കൂടുന്നത് എത്ര സ്പീഡിൽ. ഇപ്പൊ നമുക്ക് ഇന്ന് ഒരു സൂപ്പർഫിഷ്യൽ അൾസർ വന്നു, നാളെ അത് പെട്ടെന്ന് പഴുത്തു, പിന്നെ അത് ഇൻഡെപ്ത് പോയി, പിന്നെ അത് ഗാംഗ്രീനായി, പിന്നെ അത് ഒഫൻസീവായി, പിന്നെ അത് കാർബങ്ങളായി, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് പെട്ടെന്ന് നോക്കും. അതുപോലെ നമ്മളുടെ വരുന്നത് സോറയുടെ ഏറ്റവും വലിയ ഇത് പറയണതാണ്, പെട്ടെന്ന് ഫെറ്റീഗ് ആവും. ആ പേഷ്യന്റിന് എല്ലാ കാര്യവും പെട്ടെന്ന് ക്ഷീണാവും, ഒന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം കൺഫ്യൂഷൻ ഓഫ് ദ ബ്രെയിൻ ലീഡ്സ് ടു ഫെറ്റീഗ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഫെറ്റീഗ് ആണ്, ആൾക്ക് എപ്പോ നോക്കിയാലും എനിക്ക് വയ്യ എന്നിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ, അങ്ങനെയുള്ള സിംറ്റം ആയിട്ട് വരുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യുക. അയാൾക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം തൈറോയിഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ പറയും പെട്ടെന്ന് ഭയങ്കര വിശപ്പാണ്. സോറയുടെ ഏറ്റവും വലിയ സിംറ്റമാണ് ഹങ്കർ. അയാൾ എപ്പോഴും ഇതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും നമ്മൾ നോക്കേണ്ടത് അയാൾ ഡയബറ്റിക് ആണോ അതോ വേറെ വല്ല മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോ. മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെങ്കിൽ ആ സിൻഡ്രത്തിന്റെ പാത്തോളജി എന്താണ്, ഇതില് നമ്മുടെ പാൻക്രിയാസ് ഡിഫക്ട്സ് ഉണ്ടോ, ഡാമേജ് ഉണ്ടോ, പാൻക്രിയാറ്റിക് കാൽക്കുലേ ഉണ്ടോ, അല്ലെങ്കിൽ പാൻക്രിയാസിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഗോൾ സ്റ്റോൺ ഉണ്ടോ. അങ്ങനെ പാത്തോളജിയിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും നമുക്ക് ഇപ്പൊ ഞാൻ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാള്, ഇത്രയാ നമുക്ക് ഒരു മയാസം കണ്ടുപിടിക്കാൻ ഇത്രയൊക്കെ സമയം മതി. ഒരു 5 മിനിറ്റ് കേസ് ടേക്കിങ്ങിൽ അയാളുടെ ഒരു 99% കേസസിലും ഒരു പേഷ്യന്റിന്റെ മയാസം കണ്ടുപിടിക്കാം.
എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം പ്രാക്ടിക്കലായിട്ട് എല്ലാം കവർ ചെയ്തു എന്നാണ് തോന്നുന്നത്. മയാസത്തിന്റെ കൂടുതൽ തിയററ്റിക്കലി പോയി കഴിഞ്ഞാൽ സിഫിലിറ്റിക് മയാസത്തിന് നൈറ്റ് അഗ്രവേഷൻ ഉണ്ട്. സോറിക് മയാസത്തിന് മോർണിംഗ് ടു ഈവനിങ് ആണ് അഗ്രവേഷൻ. സൈക്കോട്ടിക്കിന് ഈവനിങ് ടൈം ആയിരിക്കും കൂടുതൽ അഗ്രവേഷൻസ്. അതൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും വായിക്കാനും പിടിക്കാനും എല്ലാം നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ഓരോ സിംറ്റത്തിലും സോറയുടെ ഡിഫറൻസ് എന്താണ്, സൈക്കോട്ടിക്കിന്റെ ഡിഫറൻസ് എന്താണ്, ആ സിംറ്റം വൈസ് ഞാനല്ല പോകുന്നത്. ഞാനൊരു ബേസിക് ഒരു ഔട്ട്ലൈൻ തന്നു എന്ന് മാത്രം. പക്ഷെ ഓരോ മയാസത്തിനും അതിൻ്റെതായ പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇല്ല എന്നല്ല പറയണത്. പക്ഷെ അത് എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. കിട്ടുമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. കിട്ടാത്തത് നമ്മൾ ചിലപ്പോൾ ചോദിക്കാൻ വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മളുടെ മിസ്റ്റേക്ക് അല്ല, നമ്മൾ ചോദിച്ചു ഡോക്ടർ എനിക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടി റൗണ്ട് ചെയ്ത് ഓരോ കാര്യങ്ങളിലോട്ടും വരുന്നത്. എനിക്ക് തോന്നുന്നത് മയാസം ഇവിടെ നിർത്താം. കൂടുതലും ഡിസ്കഷൻസിലോട്ട് പോകാം ഇനി. കാരണം വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ എങ്ങനെയാണ് എൻ്റെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നോക്കും, എങ്ങനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ നോക്കും എന്നുള്ളത് ഓപ്പൺ ആയിട്ട് ചർച്ച ചെയ്തിരിക്കണം. അതിൽ തെറ്റുകൾ ഉണ്ടാവാം, കുറ്റങ്ങൾ ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവാം. ബട്ട് ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ലേൺഡ്. ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ലേൺഡ് ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പിള്ളേർക്ക് ഫസ്റ്റ് ഇയർ ഫൈനൽ ഇയർ കഴിഞ്ഞാലും മയാസം എന്ന് പറയുന്നത് ഇപ്പോഴും പേടി സ്വപ്നം. പലരും മയാസം എന്താണ്, ആ കൺഫ്യൂഷനാണ്. ഡോക്ടർ അങ്ങനെ ആയാലും എങ്ങനെ, ഇങ്ങനെ ആയാലും എങ്ങനെ. അവ ആ ഒരു കൺഫ്യൂഷൻ മാറ്റുക എന്നുള്ളത് മാത്രമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജൂനിയേഴ്സിനാണ് ഏറ്റവും ആവശ്യം മയാസം എന്താണ്, മയാസ്മാറ്റിക് പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ പോകണം, മയാസ്മാറ്റിക് പ്രിസ്ക്രിപ്ഷൻസിന്റെ മെഡിസിൻസ് എങ്ങനെ സെലക്ട് ചെയ്യാം. ഞാൻ പൊട്ടൻസി മെഡിസിൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡെപ്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഏത് മെഡിസിൻ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, തുജ കൊടുക്കണോ, സിഫിലിനം കൊടുക്കണോ, അതൊന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. മയാസം എന്ത്, മയാസം എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ക്ലിനിക്കിൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു മയാസത്തിന്റെ ഐഡിയ എങ്ങനെ എടുക്കാൻ പറ്റും. ബേസിക് കാര്യങ്ങൾ. നമ്മൾ കുറെ റോക്കറ്റ് സയൻസ് പഠിച്ചിട്ട് ഹോമിയോപ്പതി ഉണ്ടാക്കാൻ നിൽക്കണ്ട. ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ദിസ് ഈസ് സിംപ്ലിഫൈഡ്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ ഡോക്ടറെ, എന്തായാലും ഈ കറക്റ്റ് സമയത്ത് തന്നെ ഡോക്ടർ സമയബന്ധിതമായി നിർത്തി. ഇതിനകം തന്നെ ഒരുപാട് മയാസത്തിനെ കുറിച്ച് പെട്ടെന്നൊരു പേഷ്യന്റ് വന്നാൽ മയാസം കണ്ടുപിടിക്കാനുള്ള ഒരു പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞു. എല്ലാവർക്കും വളരെ സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഡോക്ടറോട് ഇന്ന് ഡോക്ടർ പറഞ്ഞ മയാസത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും സംശയങ്ങൾ, ഏതെങ്കിലും മയാസത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഇന്നത്തെ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങളോ പറയാം. എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണം. ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ എളുപ്പമുണ്ട്. സംശയങ്ങളൊക്കെ ചോദിക്കാൻ എല്ലാം റെഡി ആയിരിക്കുക. ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് വരും. കുറെ പ്രഗത്ഭരുണ്ട്. അതാണ് ശ്രീധരക്കുറുപ്പ് സാറൊക്കെ ഉണ്ട്. എനിക്കും പഠിക്കണം. ശ്രീധരക്കുറുപ്പ് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? സാറുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ശ്രീധരക്കുറുപ്പ് സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമുണ്ടെങ്കിൽ. അതുവരേക്കും നമുക്ക് ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് വരുമ്പോഴേക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സോയപ്പൻ ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സംശയം ചോദിച്ചിരുന്നല്ലോ, ഒരു പെയിനെ കുറിച്ച്. അതിനുള്ള ആൻസർ കിട്ടിയോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? സോയപ്പൻ ഡോക്ടർ ഉണ്ടോ? എന്തുവരുന്ന സാറേ, കുറുപ്പ് സാറിലേക്ക് വരാം. വരുന്നേ ഒരു സോയപ്പൻ ഡോക്ടർ ഒന്ന് സംസാരിച്ച എന്തായിരുന്നു പെയിന്റ്? അടുത്ത ദിവസം ക്ലാസ് കേട്ടില്ല. അല്ലല്ല, ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം ഒരു സംശയം ചോദിച്ചിരുന്നില്ലേ, ഒരു മെഡിസിൻ, ഒരു സിംറ്റം, ഒരു പേഷ്യന്റിന്റെ ഡോക്ടറുടെ. വിട്ടുവല്ലോ ഡോക്ടറെ. പെയിൻ അഗ്രവേഷൻ ആഫ്റ്റർ മീലോ? ഫുഡ് കഴിച്ചു കഴിയുമ്പോ പെയിൻ ഇൻ ലിംസ്,
അഗ്രവേഷൻ ആഫ്റ്റർ എവരി മീൽ. എവരി ഫുഡ്. എവരി മീൽ അല്ലേ? അതെ ആ അതെ. യാദൃച്ഛികവശാൽ ഞാനൊരു മെഡിസിൻ ആ. വായിച്ചപ്പോ കണ്ടു കിട്ടി. അതുകൊണ്ട് അപ്പോഴേ ഞാൻ ഇങ്ങനെ ഡോക്ടർക്ക് ഇത് പറഞ്ഞു തരണോ എന്ന് മനസ്സിൽ വെച്ചിരുന്നേ. ഇത് 2 ദിവസം കണ്ടില്ല, അതാണ്. അതെ, ബോറിക്കിന്റെ ടെസ്റ്റിൽ ഇൻഡിഗോ എന്നുള്ള മെഡിസിൻ വായിച്ചു നോക്കിയാൽ ഈ കറക്റ്റ് സെന്റൻസ് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ശരി ഡോക്ടർ. വളരെ താങ്ക്സ് കേട്ടോ. ഞാനും അത് എനിക്ക് കാണാൻ പറ്റില്ല. പെക്യൂലിയർ സിംപ്റ്റം ആണ്. അതെ അതെ. പെയിൻ ഇൻ ലിംസ്, അഗ്രവേഷൻ ആഫ്റ്റർ എവരി മീൽ, അതേ സെന്റൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ബോറിക്കിന്റെ ടെസ്റ്റിൽ ഇൻഡിഗോ വായിച്ചു നോക്കിയാൽ കേട്ടോ. വളരെ സന്തോഷം. ഡോക്ടർക്ക് നന്ദി. അത് ഓർത്തപ്പോ പറഞ്ഞതാണല്ലേ, മറന്നു. അപ്പൊ ഇനി ശ്രീധരൻ കുറുപ്പ് സാറിലേക്ക് പോകാം. സാറേ, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും മയാസത്തിനെ കുറിച്ച് എന്തെങ്കിലും? വളരെ പ്രാക്ടിക്കലായിട്ട് സിമ്പിളായിട്ട് എടുത്തു. ഡോക്ടർ സാദിസേട്ടിന് വളരെ നന്ദി. പിന്നെ മിയാസം ഞാൻ എൻ്റെ ഡെസർട്ടേഷൻ MDക്ക് മിയാസമായിരുന്നു. മെന്റൽ ഡിസീസ് ആൻഡ് മിയാസത്തെ കുറിച്ചായിരുന്നു. അന്നേരം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കൊരു ചോദ്യമുണ്ട്. ഡോക്ടർ ഈ മിക്സഡ് മിയാസം വന്നാൽ എങ്ങനെയാ കൈകാര്യം ചെയ്തത്? ഇപ്പം സാധാരണ ബാക്കി മിയാസങ്ങൾ കുറവാണല്ലോ, മിക്സഡ് മിയാസമാണല്ലോ. അന്നേരം എങ്ങനെയാണ് ഡോക്ടറുടെ രീതി, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? എനിക്ക് വേണ്ടി മാത്രമല്ല, വേറുള്ളവർക്കൂടെ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി കൂട്ടൂടാ. ഇപ്പൊ നമ്മളുടെ മിക്സഡ് മയാസ് എന്ന് പറയുന്നത് ട്യൂബക്കുലർ ആണല്ലോ. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ട് വന്നിട്ടുള്ള ക്യാൻസർ മയാസ് എന്നൊക്കെ പറഞ്ഞു വരുന്നു. അപ്പൊ ഏതിനാണ് മുൻതൂക്കം നോക്കുക? നമ്മളുടെ പാത്തോളജിയിൽ ഡിസ്ട്രക്ഷൻ ടെൻഡൻസി മാറുന്ന, ഇപ്പൊ സൈക്കോട്ടിക് വന്നു കഴിഞ്ഞാൽ അത് ട്യൂബക്കുലർ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻസിലോട്ട് മാറുന്ന ഏർലി സ്റ്റേജസ് ആണെങ്കിൽ ഞാൻ മിക്സഡ് മയാസത്തിൽ ട്യൂബക്കുലോസിസ് എടുക്കും. ട്യൂബക്കുലർ മയാസമാക്കിയിട്ട് അത് ആഡ് ഓൺ ചെയ്ത് ട്യൂബക്കുലറിന്റെ മെഡിസിൻ കൊടുക്കും. അല്ലെങ്കിൽ ആ ട്യൂബക്കുലർ മയാസം കവർ ചെയ്യുന്ന നമ്മളുടെ മെഡിസിൻസ് കൊടുക്കും. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വന്നിട്ടുള്ള മെഡിസിൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ മെഡിസിൻസ് കൊടുക്കും. അപ്പൊ പാത്തോളജി അല്ലെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. സൈക്കോട്ടിക്കിന്ന് മാറുന്നു, പക്ഷെ സിഫിലിസിലോട്ട് എത്തുന്നില്ല. പാത്തോളജി ഇപ്പൊ നമ്മള് ഓസ്റ്റിയോആർത്രൈറ്റിസ്, സ്വെല്ലിംഗ് ഉണ്ട്, പക്ഷെ ഡാമേജസ് കൂടുതലില്ല. എന്നാൽ അടുത്ത് തന്നെ അത് ഡാമേജ് വരാം. അപ്പൊ അത് ഡിസ്ട്രക്റ്റീവിലോട്ട് പോകുമ്പോൾ എന്നാൽ സിഫിലിറ്റിക് മാസത്തിൽ എത്തിയിട്ടില്ല. അത്രയും ഓസ്റ്റിയോആർത്രൈറ്റിസും നമ്മുടെ നീ റീപ്ലേസ്മെന്റിലോട്ട് പോകാനുള്ള ആയിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മിക്സഡ് മയാസമായിട്ട് ട്യൂബക്കുലർ മെഡിസിൻ കൊടുക്കും ഇൻസ്റ്റെഡ് ഓഫ് സൈക്കോട്ടിക്. വേറെ ആർക്കും ചോദ്യം ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് എളുപ്പമാർഗങ്ങൾ പറഞ്ഞുതരാം മിയാസം കണ്ടുപിടിക്കാൻ. മെന്റൽ സിംറ്റംസ് അതിനെ ഹെൽപ്പ് ചെയ്യും. ഒന്ന് സോറയുടെ ഓവർ സെൻസിറ്റീവ്. സോറയുടെ സിംറ്റം ആണ് പറയുന്നത് നെർവസ്നെസ്, റെസ്റ്റ്ലെസ്, സ്ലീപ്ലെസ്നെസ്, ഫിയർഫുൾനെസ്, ഇൻക്ലൈൻ ടു ലൈ ഡൗൺ, അവേർഷൻ ടു ബാത്ത്. ഇത്ര ഉണ്ടെങ്കിൽ സോറിക് മിയാസമാണ്. അതുപോലെ സൈക്കോസിസ് സസ്പീഷ്യസ് ആണ്, ക്രിട്ടിക്കലാണ്, ക്രൂവലാണ്, ജലസ്, ഈസിലി ആങ്കേർഡ്, ഫോർഗറ്റബിൾ റീസെന്റ് തിങ്സ്, ഫിക്സഡ് ഐഡിയാസ്, കണ്ണിങ് ആണ്, ആന്റി സോഷ്യൽ. മനസ്സിലാവുന്നുണ്ടോ? അതോ സ്പീഡ് കൂടുതലാണോ? ഇത്തിരി സ്പീഡ് കൂടുതലാണ്. എല്ലാവർക്കും എഴുതുന്നവർക്ക് എഴുതാൻ പറ്റുമോന്ന് അറിയത്തില്ല. ഒന്നുകൂടെ പറയാം, പതിയെ പറയാം. 8 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടുന്നത്. സോറ ഓവർ സെൻസിറ്റീവ്, നെർവസ്നെസ്, restlessness, sleeplessness, fearfulness, inclined to lie down, aversion to bath. സ്പീഡ് കുറഞ്ഞു. ഇപ്പൊ കുഴപ്പമില്ല. ഈ സാറിന് അടുത്തതിലേക്ക് പോവാം. അടുത്തത് സൈക്കോസിസ്. സസ്പീഷ്യസ്, ക്രിട്ടിക്കൽ, ക്രൂവൽ, ജലസ്, ഈസിലി ആങ്കർ, ഫോർഗറ്റബിൾ, ഫിക്സഡ് ഐഡിയാസ്, കണ്ണിങ്, ആന്റി സോഷ്യൽ. സിബിലിറ്റിക് മിയാസം, ഡൾനെസ്, ഡിപ്രഷൻ, മെലങ്കോളി, ഡിസയർ സോളിറ്റ്യൂഡ്, ഡിസ്ട്രക്റ്റീവ്,
എക്സ്ട്രീം ഫോർഗറ്റ്ഫുൾനെസ്, സൂയിസൈഡൽ തോട്ട്സ്. ഇത്രയാണ് പ്രധാനം. പിന്നെ ഇതെല്ലാം മിക്സഡ് ചെയ്ത് വരുമല്ലോ, മറ്റേ അറിയാമല്ലോ, ട്യൂബർക്കുലർ സോറ ഇൻസിബിലിറ്റി കൂടെ മിക്സ് ചെയ്ത് വരും. പിന്നെ മിക്സഡ് മിയാസം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി മിക്സഡ് ആയിട്ട് അടിപിടിയായിട്ട് വരുന്നതിനെയാണ് മിക്സഡ് മിയാസം എന്ന് പറയുന്നത്. പിന്നെ ഡോക്ടർ സാൽസേട്ട് പറഞ്ഞ അതൊരു മെത്തേഡ്. വേറെ അല്ലാതെ ഇതെല്ലാം കൂടെ ഉള്ള ഈ മിക്സഡ് മിയാസം ഉള്ള മെഡിസിൻ നമുക്കുണ്ട്. ഉദാഹരണം നൈട്രിക് ആസിഡ്, ലൈക്കോപോഡിയം, അങ്ങനെയൊക്കെയുള്ള കുറേ മെഡിസിൻസ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. അത് വളരെ എഫക്റ്റീവാണ്. അങ്ങനെയുള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്താൽ എല്ലാം കൂടെ ടോട്ടാലിറ്റി ഇതിലേതാ വരുന്നതെന്ന് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാം കവർ ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. അങ്ങനെയും നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും വളരെ നന്നായിരുന്നു, വളരെ സിമ്പിളായിരുന്നു. എല്ലാവർക്കും ഇത് വലിച്ചു നീട്ടിയൊന്നും പോകാതെ വളരെ സിമ്പിളായിട്ട് ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ടെല്ലാം സിമ്പിളായിട്ട് പറഞ്ഞു തന്നതിന് വളരെ നന്നായിരുന്നു. ക്ലാസ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതിന് വളരെ സന്തോഷം. ഓരോരുത്തരെടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഓരോരോ പോയിന്റുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും കിട്ടും. ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. എനിക്കറിയാവുന്നതൊക്കെ കുറച്ച് സമയം കുറവല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ചേ സംസാരിക്കുന്നു. സന്തോഷം ശ്രീധരൻകുറുപ്പ് സാറേ. സാറിനെ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ കാണാറില്ല. ഞാൻ നാട്ടിൽ പോയിരിക്കായിരുന്നു. നാട്ടിൽ പോയപ്പോൾ എനിക്കൊരു പനിയും അബ്ഡോമിനൽ ഡിസ്കംഫർട്ടും ഒക്കെ വന്നു. ഞാൻ നാട്ടിലുണ്ടായിരുന്നു ഒരു മാസമായിട്ട്. അന്നേരം റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ്. എൻ്റെ വില്ലേജ് കോട്ടയത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇങ്ങോട്ടത്തിന് അടുത്തൊരു 5 കിലോമീറ്റർ ഉള്ളൂ. അവിടെ റേഞ്ച് ഒന്നുമില്ല. അതുകൊണ്ട് ബോംബെയിലാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ക്ലാസ് ഒക്കെ ഇവിടെ കറണ്ട് പോവുകയല്ല, വെള്ളം പോവുകയല്ല, റേഞ്ച് പോവുകയല്ല, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് ബോംബെക്ക്. നമ്മളെ കേരളത്തിൽ വന്നാൽ ഇതെല്ലാം ഉണ്ടാവും. കേരളത്തിൽ വന്നാൽ അതുകൊണ്ടല്ലേ നമ്മൾ ബോംബെ തന്നെ പ്രിഫർ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ സാർ ഇനി എല്ലാ ക്ലാസ്സുകളിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്തോഷം. എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തു. ഇനി ആർക്കെങ്കിലും ചോദിക്കാം? ഹനുമാൻ പറഞ്ഞിരിക്കുന്ന ഹനുമാന്റെ 210 തൊട്ട് 230 വരെയാ അതില് സോറിക്ക് ഒറിജിനൽ ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. വൺ സൈഡഡ് ഡിസീസിലാണ്, മെന്റൽ ഡിസീസില് അതിൻ്റെ അകത്ത് സോറിക് മിയാസത്തിലുള്ള മെഡിസിൻ കൊടുക്കണം, എന്നാലേ കംപ്ലീറ്റ് മാറുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടെമ്പററി ബെഡ്ലോണായ സ്ട്രമോണിയോ അയോസ്യാമസോ ഒക്കെ കൊടുത്താൽ, അക്കണൈറ്റോ ഒക്കെ കൊടുത്താൽ തീർത്ത് വിട്ടുമാറുകയല്ലെന്നാണ് ഹനുമാൻ പറഞ്ഞത്. ഞാനത് വെരിഫൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു 10-250 കേസ് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കിയപ്പം ചില കാര്യങ്ങൾ പറയുന്നത് സാറേ, ഇപ്പൊ ഒഫൻസീവ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് സൈക്കോട്ടിക്കിന്റെയും സിഫിലിനത്തിന്റെയും സിംറ്റംസ് ആണെന്നാണ് പറയണത്. പക്ഷെ ഹനുമാൻ സോറയുടെ ഇത് പറയണത് സൊറൈനം എന്ന് പറഞ്ഞൊരു മെഡിസിൻ ആണ്. ഓക്കെ, അതിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏറ്റവും ഒഫൻസീവിൽ ഒന്നാണ്. അപ്പൊ ചില സ്ഥലത്ത് ഈ മയാസ്മാറ്റിക് നമ്മൾ എക്സ്പ്ലനേഷൻസ് വരുമ്പോ തന്നെ ഒരു കോൺട്രഡിക്ഷൻസ് എപ്പോഴും വരുന്നുണ്ട്. സൾഫറും സൊറൈനും കൊടുക്കണം. സോറയിൽ ആദ്യം ചിന്തിക്കേണ്ട മെഡിസിൻസ് സൾഫറും സൊറൈനുമാണ്. ഇപ്പോഴും സൊറൈനത്തിന്റെ ഡിസ്ചാർജ് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും ഒഫൻസീവിലോട്ടും കൂടിയാണ് വരുന്നത്. അതൊന്നും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഹനുമാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇത് കോൺട്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഹനുമാന്റെ പല പാരഗ്രാഫും. ആദ്യം പറഞ്ഞതല്ല ഹനുമാൻ, അവസാനം പറയുമ്പം പലയിടത്തും ഉണ്ട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ചിലയിടത്ത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സെയിം മെഡിസിൻ്റെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ. അങ്ങനെ പല കാര്യങ്ങളും ഹനുമാൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇനിയും ഓർഗണോൺ ഒരു 10-20 പ്രാവശ്യമെങ്കിലും തിരുത്തി എഴുതിയേനെ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലെങ്കിൽ ഒരു ഓർഗണോൺ ഒരു ഫസ്റ്റ് എഡീഷൻ മതിയായിരുന്നല്ലോ. എന്തിനാ ഈ 40 വർഷം കൊണ്ട് സിക്സ്ത് എഡീഷനും എഴുതിയിട്ട് പോയത്? ഫസ്റ്റ് എഡീഷൻ പോരായിരുന്നു. അന്നേരം മനുഷ്യന്റെ തിങ്കിങ്ങും തോട്ടും പ്രോസസ്സും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ അനുസരിച്ചിട്ട് ചിന്താഗതികളും മാറും. ന്യൂ തിങ്കിങ് വരും, ന്യൂ അഡീഷൻസ് വരും, ന്യൂ എഡീഷൻസ് വരും. ഇതൊക്കെ സ്വാഭാവികമാണ്. അതിന് ചിലപ്പോൾ കോൺട്രഡിക്ടറി ഒക്കെ വരാം. ഹനുമാനും ഒരു മനുഷ്യനല്ലേ, നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ. അന്നേരം ചില ഭാഗത്ത് ചിലപ്പോൾ കോൺട്രഡിക്ടറി ആയിട്ടൊക്കെ വരാം. അത് നമ്മൾ പരീക്ഷിച്ച് നിരീക്ഷിച്ച്, ഹനുമാൻ ഇതെല്ലാം എഴുതിയത് സ്വന്തം പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടിയാണ്.
നമുക്കും അങ്ങനെ പരീക്ഷിച്ച് നിരീക്ഷിച്ചിട്ട് അതിലേതാ ഉത്തമമെന്നുള്ളത് നോക്കി സ്വീകരിക്കാം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ. അപ്പം അന്നേരം ഞാൻ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തിൽ, അല്ലാതെ വെറും അതുകൊണ്ടാണ് ഡോക്ടർ സാദിസേട്ട് എടുക്കുന്ന ക്ലാസ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ചിലരുടെയൊക്കെ ക്ലാസ് ആണെങ്കിൽ ഞാനങ്ങ് കിടന്ന് ഉറങ്ങും. ഇത് 10 എന്ന് പറയുന്നത് ലേറ്റായി. ഇപ്പം ഞാൻ കിടന്ന ആളെ ഞാൻ എഴുന്നേറ്റ് വന്ന കേട്ടോണ്ടായിരുന്നേ, കിടന്നേച്ചും പിന്നെ വിളിച്ചപ്പം ഞാൻ എഴുന്നേറ്റതാ. അതാ ഞാൻ ഇതിൻ്റെ അകത്ത് വരാത്തത്, സ്ക്രീനിൽ വരാത്തത് അതുകൊണ്ടാണ്. കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമായിരിക്കും, അതാണ്. അതെ, എനിക്ക് താല്പര്യമുള്ള ഒരു സബ്ജക്റ്റാണ്. ഞാൻ മുഴുവൻ കേൾക്കും. ഈ നിയാസം, കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഡയാത്തസിസ് ഇങ്ങനെയൊക്കെ ഉള്ള അതിൻ്റെ ഫണ്ടമെൻ്റൽ തിയറീസ് വരുന്നത് എനിക്ക് ഭയങ്കര ഓർഗണോണും അതിൻ്റെ ഫിലോസഫിക്കൽ തോട്ട്സും ഒക്കെ. ഞാനേലും ഉണ്ടെങ്കിൽ പറഞ്ഞോണേ, ഞാനങ്ങ് നിർത്തും. നമ്മളെ സമയം കഴിഞ്ഞു സാറേ. അതെ, നമ്മളെ സമയം പെട്ടെന്നാണ് കഴിഞ്ഞത്. എന്തായാലും ക്ലാസ് വളരെ പറഞ്ഞു ഞാൻ നിർത്തി. നമുക്ക് ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു. മയാസത്തിനെ കുറിച്ച് എന്തായാലും കുറുപ്പ് സാറും നമ്മളോടൊപ്പം ചേർന്നു. വളരെ സന്തോഷം. വളരെ നല്ല ക്ലാസ് എടുത്ത സാദത്ത് ഡോക്ടർക്ക് IFPHന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് നമ്മളെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാൻ സമയമായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനിയിപ്പോ വീട്ടിൽ പോകണം.